വിഴിഞ്ഞം തുറമുഖത്തിന്റെ പിതൃത്വത്തെ ചൊല്ലിയുള്ള തർക്കത്തിലെ അവകാശവാദങ്ങളാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ മുഴുവനും. എന്നാൽ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി കൃത്യമായി പണിയെടുത്ത ചിലരെയെങ്കിലും മറന്നുപോയോ എന്നൊരു സംശയമുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അത് പലരുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണെന്ന് കാണുവാൻ സാധിക്കും. അതിലെ മുഴുവൻ പ്രധാനികളുടെയും പേര് പരാമർശിക്കാൻ സാധിക്കാതെ പോയത് ഭരണപക്ഷത്തിന്റെ വീഴ്ച തന്നെയാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന്റെയും അന്നത്തെ തുറമുഖ മന്ത്രിയായിരുന്ന എം വി രാഘവന്റെയും പേരുകൾ പരാമർശിക്കപ്പെടേണ്ടത് തന്നെയായിരുന്നു. ഒപ്പം മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേരും മറക്കരുതായിരുന്നു. 1991 മന്ത്രിസഭയിൽ തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന എം വി രാഘവന്റെ അക്ഷീണ പരിശ്രമമാണ് ഇന്ന് കാണുന്ന വിഴിഞ്ഞം തുറമുഖത്തിന് തുടക്കം കുറിച്ചത്. കെ കരുണാകരന്റെയും എം വി രാഘവന്റെയും പേരുകൾ പറയുമ്പോൾ അതിനെ അവഹേളിച്ചുകൊണ്ട് മഹാരാജാവ് പണ്ട് മനസ്സിൽ കണ്ടു എന്ന് പറഞ്ഞിറങ്ങുന്ന കോൺഗ്രസ്സുകാരുണ്ട്. ഏതായാലും ഇതിന്റെ നാഴ്വഴികളെല്ലാം എല്ലാവർക്കും അറിവുള്ളതാണ്. അതിനുവേണ്ടി അക്കാലത്ത് ഏറ്റവും അധികം പണിയെടുത്തതും എം വി രാഘവനാണ്. വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്തത് അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരൻ. ഇടതുമുന്നണി അതിൽ അഴിമതി മണക്കുന്നുവെന്ന് പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ പദ്ധതി ഒരിക്കലും വേണ്ട എന്ന് പറഞ്ഞതായി എവിടെയും കേട്ടിട്ടില്ല. കോൺഗ്രസിലെ തന്നെ ഇളം തലമുറയിൽപ്പെട്ട വി ഡി സതീശൻ അടക്കമുള്ളവർ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി എന്ന് സ്വന്തം മന്ത്രിസഭയ്ക്കെതിരെ തന്നെ പറഞ്ഞതും വിസ്മരിക്കാവുന്ന കാര്യമല്ല. കോൺഗ്രസുകാർക്ക്, പ്രത്യേകിച്ച് വി ഡി സതീശന് ഇടതുമുന്നണിയുടെ ഭരണകാലത്ത് വിഴിഞ്ഞം തുറമുഖം അത്യാഡംബരപൂർവ്വം ലോകത്തിന് സമർപ്പിക്കുവാൻ സാധിച്ചത് വലിയ തിരിച്ചടിയാണെന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ചില കൊച്ചുകുട്ടികൾ പറയുന്നത് പോലെ എന്നെ വിളിച്ചില്ലെന്നൊക്കെ പറഞ്ഞത്. അതിനിടയിലാണ് കേരള കോൺഗ്രസിന്റെ ചരിത്രകാരനായ ഒരു ജെയ്സൺ മാത്തോട്ടം അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റുമായി കളത്തിലിറങ്ങിയത്. കെ എം മാണിയാണ് വിഴിഞ്ഞം തുറമുഖത്തിന് ആദ്യം തുക അനുവദിച്ചതെന്ന് പറഞ്ഞാണ് ജെയ്സൺ മാന്തോട്ടം കളത്തിൽ വന്നത്. പണ്ട് പൂക്കടക്കാരൻ കല്യാണത്തിന് മാല കെട്ടിക്കൊടുത്തത് കൊണ്ട് വധുവിന്റെ അവകാശം തനിക്കാണെന്ന് പറഞ്ഞതുപോലെയായിപ്പോയി. ജെയ്സൺ മാന്തോട്ടം ഇതിന്റെ ചരിത്രം അറിയാതെ അവകാശവാദം ഉന്നയിച്ചത് തമാശയായി കാണരുത്. കാരണം അന്നത്തെ എല്ലാ മന്ത്രിമാർക്കും ചെറുതെങ്കിലും റോൾ ഉണ്ടായിരുന്നു. 2011 UDF തെരഞ്ഞെടുപ്പ് പത്രികയിലെ പ്രധാന വിഷയങ്ങളിൽ ഒന്നായിരുന്നു വിഴിഞ്ഞം തുറമുഖം. ധനകാര്യമന്ത്രി എന്ന നിലയിൽ ആദ്യ ബഡ്ജറ്റിൽ അതിന് തുക അനുവദിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് കെ എം മാണിയുടെ മിടുക്കൊന്നുമല്ല. അന്ന് പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാനായിരുന്ന ചന്ദ്രശേഖരനും എം വി രാഘവന്റെ ഏറ്റവും അടുത്ത അനുയായി ഘടകകക്ഷി നേതാവുമായ CP ജോണുമാണ് ബഡ്ജറ്റ് തയ്യാറാക്കുന്ന വേളയിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ അടിയന്തര പ്രാധാന്യത്തെ പറ്റി കെ എം മാണിയെ ധരിപ്പിച്ചത്. അതൊരു കൂട്ടായ ശ്രമത്തിന്റെ ഫലം തന്നെയാണ്. കെ എം മാണി അവിടെ കാണിച്ച മിടുക്കെന്താണെന്ന് കേരള കോൺഗ്രസ് ചരിത്രകാരൻ ഇതുവരെ പിടികിട്ടിയിട്ടില്ല. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയും അതോടൊപ്പം പ്രധാനമായിരുന്ന കണ്ണൂർ വിമാനത്താവളവും കൊച്ചി മെട്രോയും 3 മേഖലയ്ക്ക് വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങളായിരുന്നു. അതിനെല്ലാം പ്രത്യേകം വകയിരുത്തിയിരുന്ന തുകകളെല്ലാം കൂടി ഒരു പൊതു അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുകയും ഈ തുക പണി നടക്കുന്നതനുസരിച്ച് ഈ 3 പദ്ധതികൾക്കും എപ്പോൾ വേണമെങ്കിലും എടുക്കാം എന്ന ആശയം കൊണ്ടുവന്നത് കെ എം മാണിയാണ്. അതോടുകൂടി ഈ മൂവരിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന നിലയിൽ മത്സരബുദ്ധിയോടെ പണികൾക്ക് ഒരാക്കം വരികയും ദ്രുതഗതിയിൽ ആരംഭിക്കുകയും ചെയ്തു എന്നത് ശരിയാണ്. സ്വന്തമായി പദ്ധതികൾ ആവിഷ്കരിച്ച് അത് തട്ടിൽ കയറ്റാൻ മിടുക്കനായ കെ എം മാണിയെ വിഴിഞ്ഞം തുറമുഖ ചരിത്രത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിച്ചത് അത്ര ശരിയല്ല. കാരുണ്യ ബലവൻ പദ്ധതിയും റബ്ബർ വില സ്ഥിരതാ പദ്ധതിയും അടക്കം പേരിനോട് ചേർക്കാൻ 100 കണക്കിന് പദ്ധതികൾ സ്വന്തമായി അവതരിപ്പിച്ചിട്ടുള്ള കെ എം മാണിയെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ അറ്റത്ത് പിടിപ്പിക്കേണ്ട കാര്യമില്ല ഉണ്ടോ? ഇല്ല. ഭൂപരിഷ്കരണ നിയമത്തോടുകൂടി നിയമവും പ്രശ്നങ്ങളുമായി ചുറ്റി വലഞ്ഞ് കോടതികളിലേക്ക് ഓടി നടന്നിരുന്ന ഏതാണ്ട് 50,000-ഓളം കർഷകരെ 2005 അദ്ദേഹം റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ഭൂപരിഷ്കരണം നിയമത്തിൽ 7E എന്നൊരു വകുപ്പ് ചേർത്ത് കോടതി വ്യവഹാരങ്ങളിൽ നിന്നും എന്നേക്കുമായി മുക്തി നൽകിയ ഒരൊറ്റ കാര്യം മതി കർഷകർക്ക് കെ എം മാണിയെ എന്നും ഓർക്കുവാൻ. ലക്ഷങ്ങൾക്ക് ചികിത്സാ സഹായം നൽകിയ കാരുണ്യ പദ്ധതിയെ മറന്നിട്ടല്ല ഇത് പറഞ്ഞത്. അന്യസംസ്ഥാനത്തിനുള്ള സ്വകാര്യ ലോട്ടറിക്കാർ ചില സ്ഥാപിത താല്പര്യക്കാർക്ക് കൈമടക്ക് കൊടുത്ത് നടത്തിയിരുന്ന ലോട്ടറി പ്രസ്ഥാനം സംസ്ഥാനത്തിന് ഉപയോഗപ്രദമാക്കി മാറ്റിയത് കേരള ജനതയ്ക്ക് മറക്കാൻ പറ്റുന്ന കാര്യമല്ല. ലോട്ടറി മാഫിയയുടെ കള്ളക്കളിയിൽ കെ എം മാണിയുടെ ധനകാര്യമന്ത്രി സ്ഥാനം ധരിച്ചുവെങ്കിലും അതിന് കൂട്ടുനിന്ന കോൺഗ്രസുകാരെയും കേരള ജനത മറന്നിട്ടില്ല. ഇതിലെല്ലാം രസം ജോസ് കെ മാണി ഈ ജെയ്സൺ മാന്തോട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് ഷെയർ ചെയ്തത് ബാലിശമായി പോയി. അതോടുകൂടി സോഷ്യൽ മീഡിയയിൽ പൊങ്കാലയായി. ജോസ് കെ മാണിക്ക് വെളിവും വെള്ളിയാഴ്ചയും ഇല്ലേ എന്നാണ് പലരും പങ്കുവച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ ജോസ് കെ മാണി. ജെയ്സൺ ഒരു പോസ്റ്റ് പങ്കുവെക്കുന്നത് നമുക്ക് അറിയാം. അതുപോലെയാണോ ജോസ് കെ മാണി അതെടുത്ത് ഷെയർ ചെയ്യുന്നത്? പാരമ്പര്യവാദികളായ കേരള കോൺഗ്രസുകാർക്ക് വൈകുന്നേരത്തെ വിരുന്നുകളിൽ പറഞ്ഞു ചിരിക്കാൻ ഒരു കാരണവുമായി. ഇനിയെങ്കിലും സ്വബോധമുള്ള ആരെങ്കിലും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ
ചുമതല ഏൽപ്പിക്കണം ജോസ് കെ മാണി. അതേ ജോസ് കെ മാണിയോട് പറയാനുള്ളൂ. വി ഡി സതീശനും കൂട്ടും ഒന്നോർക്കണം. 991 മുതൽ അണ്ടിയോ മൂത്തത് മാവോ മൂത്തത് എന്ന തർക്കത്തിൽ ഈ പദ്ധതികൾക്കുള്ള അനുവാദം 2014 മോദി ഗവൺമെന്റിന്റെ കാലം വരെ നീട്ടിക്കൊണ്ടുപോയത് കോൺഗ്രസുകാർ തന്നെയാണ്, അല്ലാതെ മറ്റാരുമല്ല. സംസ്ഥാനങ്ങളുടെ അധികാരം മൈനർ പോർട്ടുകളിലും കേന്ദ്ര സർക്കാരിന്റെ അധികാരം മേജർ പോർട്ടുകളിലുമാണ്. ഇന്നും വിഴിഞ്ഞം മേജർ പോർട്ട് ആയിട്ടില്ല, അങ്ങനെ ഉയർന്നിട്ടില്ലെന്ന് കൂടി സതീശൻ ഓർക്കണം.